ദൈവതിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. വന്യ വൈദിക ശ്രേഷ്ഠരെ, വിശ്വാസികളുടെ സമൂഹമേ, ഏറെ ധന്യവും പവിത്രവുമായ ഒരു സന്ധ്യയിലാണ് നാം ആയിരിക്കുന്നത്. ഒന്നാമതായി, today we celebrate the Sunday before the birth of our Lord. It is the 8th Sunday in the liturgical calendar. This is the last Sunday of the first season of the liturgical calendar, which is known as the season of Annunciation. Along with this special day, we also celebrate the martyrdom feast of our father, the father of the true faith, the apostle to India, Saint Thomas. Historically speaking, it is the 1948th martyrdom feast of Saint Thomas. AD 72 ഡിസംബർ മാസം 18-ാം തീയതി അദ്ദേഹം കുന്തത്താൽ കുത്തുകൊള്ളപ്പെട്ടുവെന്നും 21-ാം തീയതി അദ്ദേഹം തൻ്റെ ജീവനെ, തൻ്റെ പ്രാണനെ ദൈവസന്നിധിയിൽ വരമേൽപ്പിച്ച് ഈ ലോകത്തോട് യാത്ര പറഞ്ഞുവെന്നുമാണ് ലോക മാർത്തോമൻ പൈതൃകം സാക്ഷിക്കുന്നത്. ഭാരത പൈതൃകം മാത്രമല്ല, ദക്ഷിണ ഭാരതത്തിൽ വെച്ച് ഒരു ഖലനാൽ അദ്ദേഹം കുന്തമേറ്റു, അവിടെ മരിച്ചു, അവിടെ അടക്കപ്പെട്ടു. അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരത്തിന്റെ ഒരു ഭാഗം, തിരുശേഷിപ്പ്, was translated to Edessa in 3rd century, and it was re-entombed there in Sandom Cathedral in 4th century എന്നുമാണ് കാണുന്നത്. ഇതിനൊക്കെ ഒരുപാട് തെളിവുകൾ ഇന്ന് ചരിത്രത്തിൽ ലഭ്യമാണ്. അങ്ങനെയുള്ള ഒരു സന്ധ്യ, ഒപ്പം തന്നെ ഈ കാര്യങ്ങളെല്ലാം കാണിക്കുന്നത്, ഞാൻ ആരംഭിച്ചു തന്നെ എന്താണ്, ദിസ് ഈസ് എ സൺഡേ ബിഫോർ ദ ബർത്ത് ഓഫ് അവർ ലോർഡ്, വിച്ച് മീൻസ് വി ആർ നിയറിംഗ് to have the experience of the wonderful birth of our Lord once again in our life. യേശുക്രിസ്തുവിന്റെ ജനനത്തെ ഒരിക്കൽ കൂടെ നമ്മുടെ ജീവിതത്തിൽ ധ്യാനിക്കുവാൻ നമുക്കൊരവസരം ലഭിക്കുകയാണ്. നമുക്കറിയാം, ലോകം മുഴുവൻ വല്ലാത്തൊരു ഭീതിയുടെ പശ്ചാത്തലത്തിലാണ്. ഞാനും മുഖം കെട്ടാനുള്ള സൂത്രമൊക്കെ എൻ്റെ പോക്കറ്റിലുണ്ട്. പക്ഷെ ഇത് കെട്ടിയാൽ ശ്വാസം കിട്ടുകയില്ല. പേടിയില്ലാഞ്ഞിട്ടല്ല, ഫ്ലൈറ്റിൽ വന്നു എന്നൊക്കെ അച്ഛൻ പറഞ്ഞു. ഫ്ലൈറ്റിൽ യാത്ര ചെയ്യുമ്പോഴൊക്കെ നല്ല ഭയം വേണമെങ്കിലുണ്ട്. അപ്പൊ എന്നോട് ഒരാൾ പറഞ്ഞു, അത് ചിന്തിക്കുന്നവർക്കേ ഉള്ളൂ തിരുമേനിക്ക് ആ കുഴപ്പമില്ല. ചിന്തിക്കുന്നവരെ ഈ കാലത്ത് യാത്ര ചെയ്യാനൊക്കെ മടിക്കും.
തിരുമേനിക്കാ കുഴപ്പമില്ല എന്ന് പറഞ്ഞ കാര്യം മനസ്സിലായില്ലേ നിങ്ങൾക്ക്? മുഖം, ഫ്ലൈറ്റിൽ മുഖമൊക്കെ അടച്ചു കെട്ടി അതിൻ്റെ മുകളിൽ ഒരു ഫേസ് ഷീൽഡ് ഒക്കെ വെച്ച് ഏതാണ്ട് മൃതാവസ്ഥയിലാണ് നമ്മളൊക്കെ യാത്ര ചെയ്തത്. ഞാൻ വിഷയം മാറ്റുകയല്ല. പക്ഷെ നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. നമുക്ക് വീണ്ടും ഒരു അവസരം ലഭിക്കുന്നു. അവസരം ലഭിക്കാതെ ഇടയ്ക്ക് വെച്ച് പോയവരൊക്കെ കുഴപ്പക്കാരാണെന്ന് അതിന് അർത്ഥമില്ല. വലിയ പ്രയാസങ്ങൾ കൂടാതെ ഇന്ന് വരെ നമ്മെ താങ്ങി നിർത്തിയിരിക്കുന്നു. മരണം മൂലം, പ്രത്യേകിച്ച് കോവിഡ് മരണം മൂലം മാറ്റപ്പെട്ടവരെ ഈ ക്രിസ്മസ് സമയത്ത് പ്രത്യേകിച്ച് ഓർത്ത് പ്രാർത്ഥിക്കുവാനുള്ള ഉത്തരവാദിത്വം നമുക്കുണ്ട്. എൻ്റെ ഒരു സഹോദരനും ഈ കോവിഡ് കാലത്ത് യാത്ര പറഞ്ഞു. എൻ്റെ അങ്കിളിൻ്റെ മകൻ at the age of 67, and he was cremated and buried. ഒന്ന് പോകാൻ പോലും സാധിച്ചില്ല. അപ്പോൾ ഇപ്പോൾ നമ്മുടെ ഉത്തരവാദിത്വമാണ് കോവിഡ് മൂലം മരണം അനുഭവിച്ച എല്ലാവരെയും ആത്മാവിൽ ഈ ക്രിസ്മസ് കാലത്ത് ചേർത്ത് നിർത്തണം. അവർ ക്രിസ്തുവിനോടൊപ്പം മഹത്വത്തിന്റെ മണവറയിൽ ഈ ക്രിസ്മസ് ആഘോഷിക്കുന്നു എന്ന് നമുക്കറിയാം. അവരുടെ മാധ്യസ്ഥം നമുക്കും തുണയാണ് എന്ന് ഓർത്തിരിക്കണം. വീണ്ടും ഇപ്പോഴും ഭീതിയിൽ കഴിയുന്ന അനേകരുണ്ട്. ദിവസവും ഏറ്റവും ചുരുങ്ങിയത് 2-3 കേസുകൾ കോവിഡ് പോസിറ്റീവാണ്, പ്രാർത്ഥിക്കണം, ക്വാറന്റൈനിലാണ്, കുടുംബം പലയിടത്തായിട്ട് കുടുങ്ങിക്കിടക്കുകയാണ് എന്ന് പറയുന്ന വാർത്തകളുണ്ട്. പിന്നെ മനുഷ്യന്റെ ഒരു പ്രത്യേകതയാണ്, കേട്ട് മടുക്കുമ്പോൾ പിന്നെ അതൊരു വാർത്തയല്ലാതെയായി മാറും. അതുകൊണ്ട് പ്രയാസം അനുഭവിക്കുന്നവരെ എല്ലാം പ്രാർത്ഥനയിൽ ഓർക്കുവാനും സാധിക്കുന്ന വിധത്തിൽ സഹായിക്കുവാനും ഉള്ള ഉത്തരവാദിത്വവും നമുക്ക് ഉണ്ട് എന്ന് ആദ്യമേ സൂചിപ്പിക്കുന്നു. ഈ സന്ധ്യ അനുഗ്രഹിക്കപ്പെട്ടതാണ്. ഈ ദിവസങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടതാണ്. ഇവിടെ അച്ഛൻ ചില കാര്യങ്ങൾ സൂചിപ്പിച്ചു. നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ഭദ്രാസനത്തിൽ അതിൻ്റെ ആസ്ഥാന ദേവാലയമായ സെന്റ് മേരീസ് കത്തീഡ്രലിൽ അതിൻ്റെ ചാപ്പലായിരിക്കുന്ന, പ്രത്യേകിച്ച് അരമന ഫംഗ്ഷൻ ചെയ്യുന്ന ഈ നരോഡ സെന്റ് തോമസ് ചാപ്പലിൽ നിങ്ങളോടൊപ്പം ഇരിക്കുക എന്ന് പറയുന്നത് ഏറ്റവും സന്തോഷമുള്ള അനുഭവമാണ്. ഏറ്റവും സന്തോഷമുള്ള അനുഭവമാണ്. അച്ഛൻ സൂചിപ്പിച്ചതുപോലെ ഇത്ര സുഖം ഇല്ല മറ്റ് പല കാര്യങ്ങളിൽ വ്യാപരിക്കുമ്പോൾ. നിങ്ങൾ ഒരുപക്ഷെ നിതാന്ത വന്യ മഹിമ മഹാശ്രീ അല്ലെങ്കിൽ ഈസ് ഗ്രേസ് എന്നൊക്കെ എന്നെ വിളിക്കുന്നുണ്ടാവും. അനേകർ എന്നെ വിളിക്കുന്നത് ഊളയോസ് എന്നാണ്. അവരുടെ നോട്ടത്തിൽ ഞാൻ ഊളയാണ്. എനിക്കതിൽ സന്തോഷമേ ഉള്ളൂ. ഒരു ദുഃഖവുമില്ല, പ്രയാസവുമില്ല. പക്ഷേ അച്ഛൻ സൂചിപ്പിച്ചതുപോലെ ചില സത്യങ്ങൾ പറയേണ്ട സമയത്ത് പറയാതിരിക്കാൻ നിർവാഹമില്ല. വിശ്വാസത്തിൽ ഈ സഭയെ ജനിപ്പിച്ച മാർത്തോമാ ശ്ലീഹായെ വേണ്ട, അദ്ദേഹത്തിന്റെ ത്യാഗോജ്വലമായ ജീവിതവും അദ്ദേഹം സ്ഥാപിച്ച സഭയും വേണ്ട, മാർത്തോമൻ പൈതൃകം വേണ്ട. ഇപ്പോൾ ഒരു ജാഥ നടക്കുന്നുണ്ട്. ഞങ്ങൾ AD 32 അന്ത്യോക്യയിൽ ഉണ്ടായതാന്നാ പറയുന്നത്.
ഞാൻ എൻ്റെ ആസ്ഥാന ദേവാലയത്തിൽ ഇരുന്ന് പറയാണ്, then go to Antioch. What are you are doing in India? If you are a citizen of India, you have to obey the law and order of this country. അരാജകത്വം സൃഷ്ടിക്കുവാൻ, ക്രിസ്തീയതയെ നിന്ദിക്കുവാൻ, ക്രിസ്തുവിന്റെ പേരിൽ പൈശാചികമായ ഒരു കൂട്ടം അവതരിച്ചിരിക്കുന്നു. ഭയപ്പെടാനൊന്നുമില്ല. ഏതു പൈശാചിക ശക്തിയും ക്രിസ്തുവിന്റെ മുന്നിൽ ഇല്ലാതാകും. നമ്മൾ സഹിക്കുക, ഭൂമിയോളം സഹിക്കുക. അതുമാത്രമാണ് അതിനുള്ള മരുന്ന്. ഞാനിതൊരു പാർട്ടിസിയൻ സ്പിരിറ്റിൽ പറയുകയല്ല. അത്രത്തോളം മലങ്കര സഭ നിന്ദിക്കപ്പെടുന്ന, നിഷേധിക്കപ്പെടുന്ന ഒരവസ്ഥ. എൻ്റെ ജനത അത് മനസ്സിലാക്കിയിരിക്കണമെന്നുള്ളത് കൊണ്ടാണ് ഏതാനും വാക്കുകൾ ഞാൻ പറയുന്നത്. ദേവാലയങ്ങളിൽ ഞങ്ങൾ തിരികെ പ്രവേശിക്കുന്നു എന്ന് പറഞ്ഞു. ഏറെ സന്തോഷത്തോടെയാണ് സഭ അതിനെ കണ്ടത്. ആരെയും ഇറക്കി വിട്ടിട്ടില്ല എന്നുള്ളതാണ് സത്യം. ഉന്നതരായ ആളുകളോട് വഴക്കുണ്ടാക്കേണ്ടി വരുന്നു. സമുന്നതനായ ഒരു വ്യക്തിയോട് ഇന്നലെ വഴക്കുണ്ടാക്കേണ്ടി വന്നു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, അയ്യോ, ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചത്, അങ്ങനെ ഒരു അർത്ഥം ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല, പറഞ്ഞിട്ടില്ല. ഇന്ന് അദ്ദേഹം തിരുത്തി പ്രസ്താവന കൊടുത്തു. തെറ്റിദ്ധരിപ്പിച്ചൊരു പ്രസ്താവന വന്നത് ഇങ്ങനെയാണ്: തുല്യനീതി കിട്ടാൻ വേണ്ടി കേരളത്തിലെ സഭാ വഴക്കിൽ പ്രധാനമന്ത്രി ഇടപെടും. അഹമ്മദാബാദിൽ ഇരുന്നുകൊണ്ട് ഞാൻ ചോദിച്ചു ആ വ്യക്തിയോട്, ഈ രാജ്യത്തിന്റെ സുപ്രീം കോടതി വിധിയുടെ മുകളിലൂടെ പറക്കാൻ ഒരു പ്രധാനമന്ത്രി നമുക്ക് ഉണ്ടാവുമോ എന്ന് ചോദിച്ചു. അങ്ങനെ ഉണ്ടാകുമെങ്കിൽ അത് സഹിക്കാൻ മലങ്കര സഭ തയ്യാറാണെന്ന് പറഞ്ഞു. അപ്പൊ പറഞ്ഞു, അല്ല, അങ്ങനെയല്ല, അതല്ല ഉദ്ദേശിച്ചത്, അതെന്റെ വാക്കുകളെ വളച്ചൊടിച്ചതാണ്. അദ്ദേഹം ഇത് തിരുത്തു കൊടുത്തു. ന്യൂനപക്ഷങ്ങൾക്ക് കിട്ടുന്ന അവകാശങ്ങളിൽ ഇത് കൃത്യമായി ന്യൂനപക്ഷങ്ങൾക്ക് ലഭിക്കണമെന്നുള്ള കാര്യം പ്രധാനമന്ത്രിയുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അതിൽ പ്രധാനമന്ത്രി ഇടപെടുമെന്നാണ് പറഞ്ഞത്. അല്ലാതെ ഇവിടുത്തെ നീതിന്യായ കോടതികളെ ധിക്കരിക്കുന്ന, അതിനെതിരെ പോരിനിറങ്ങുന്ന, അതിനെതിരെ രാഷ്ട്രീയ പ്രീണനം നടത്തുന്ന എന്തൊരു സങ്കടമാണെന്ന് ഓർക്കണം. കോടതി വിധികളെ നിയമ നിർമ്മാണം കൊണ്ട് മറികടക്കുവാൻ ഗവൺമെന്റിന് സാധിക്കണം. ഇതാ പറയണേ. Is it possible in a democratic country? It can be possible in a kingdom, in a sultanate. അവിടെ കിടന്ന് വഴക്കുണ്ടാക്കിയിട്ട് എക്സ്റ്റിങ്ക്റ്റ് ആയി പോയി. സിറിയയിലോ ഇറാഖിലോ ഒന്നും ഇങ്ങനൊരു സാധനം ക്രിസ്ത്യാനിറ്റി പോലും കാണാനില്ലാത്ത അവസ്ഥ വന്നത് ക്രൈസ്തവ സഭയ്ക്ക് അകത്തെ വിഘടനവാദം കൊണ്ടാണ് പ്രധാനമായിട്ടും. മറ്റു കാരണങ്ങളുണ്ടില്ലെന്ന് ഞാൻ പറയുന്നില്ല. ഒന്ന് ഓർക്കുക, ഭാരതത്തിൽ വളരെ ചെറിയ ന്യൂനപക്ഷമായ നമ്മൾ മതപരമായ എല്ലാ സ്വാതന്ത്ര്യവും അനുഭവിക്കുകയാണ്. അത് ഗുജറാത്തിലായാലും കേരളത്തിലായാലും മറ്റേത് സ്ഥലങ്ങളിലായാലും we are really experiencing and enjoying
the religious freedom, it is a constitutional right to all Indians, irrespective of caste, creed and their faith. അങ്ങനെയുള്ളൊരു രാജ്യത്ത് സ്വയം അന്തഛിദ്രങ്ങൾ ഉണ്ടാക്കിയിട്ട് അസത്യത്തിന് വേണ്ടി പല കാര്യങ്ങളും ഇന്ന് ചെയ്തു കൂട്ടുകയാണ്. സാന്ദർഭികമായി ഇക്കാര്യങ്ങൾ ഞാൻ ഓർപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ജനനപ്പെരുന്നാളിന് മുൻപുള്ള ഞായറാഴ്ച എന്ന വിഷയത്തെക്കുറിച്ച് നാളെ ഞാൻ അല്പസമയം സംസാരിച്ചു കൊള്ളാം. ഇന്ന് ദൈവത്തിൽ ആശ്രയിച്ച് ശരണപ്പെടുന്നത് മാർത്തോമൻ പൈതൃകം എന്ന വിഷയമാണ്. അതിനെ അടിസ്ഥാനമായി ഞാൻ എടുക്കുന്ന ഒരു വേദവാക്യം പരിശുദ്ധ പൗലോസ് ശ്ലീഹ കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 4-ാം അധ്യായം 15-ാം വാക്യമാണ്. 1 Corinthians chapter 4 verse 15. ആരുടെയെങ്കിലും കയ്യിൽ ഏതെങ്കിലും വിധത്തിലുള്ള വേദപുസ്തകം ഉണ്ടെങ്കിൽ, രാജു പോക്കറ്റ് കൈയിടുന്നുണ്ട്, ഇതെടുത്തു, ഒരു കുഴപ്പമില്ല. ഫോണിൽ വേദപുസ്തകം ഉണ്ടെങ്കിൽ നമുക്ക് വേദപുസ്തകം വായിക്കണമെന്നുള്ളതാണ്. ചിലപ്പം വലിയ ബൈബിൾ എടുത്ത് നമ്മൾ കൊണ്ട് നടക്കാറില്ല. ബൈബിള് ഞാനിപ്പം ബൈബിൾ ഫോണിൽ നിന്നാണ് വായിക്കുന്നത്. കാരണം ഇത് സ്വർണം തൂക്കുന്ന മാതിരിയാണ്. നമുക്ക് എന്തെങ്കിലുമൊക്കെ കൊണ്ടുപോകാനൊക്കെ ഉള്ള എയർപോർട്ടിൽ 100 ഗ്രാം കൂടിയാൽ 1 കിലോയുടെ ചാർജ് എടുക്കും. ഇപ്പം എല്ലാം ആപ്സ് ആയിട്ട് കിട്ടുന്നൊരു കാലമാണ്. അതുകൊണ്ട് ബൈബിള് ഉള്ളവരൊന്ന് എടുത്ത് വായിച്ചോ. 1 Corinthians chapter 4 verse 15. ഇംഗ്ലീഷിലൂടെ ഒന്ന് വായിക്കാവോ? സുമാച്ചൻ ഇംഗ്ലീഷിലാണോ എടുത്തത്? എന്താ കേട്ടത്? വിശ്വാസത്തിൽ ഒരപ്പനെ നിങ്ങൾക്കുള്ളൂ. ഗുരുക്കന്മാർ നിങ്ങൾക്ക് 10,000 ഉണ്ടാകാം. All those who are instructing you, even if you have just listened one class of one teacher, he is a guru for you. He is a teacher for you because he taught you something. He helped you to see the true light. Isn't it? But you cannot be having many fathers who bore you. നിനക്ക് ജന്മം നൽകിയ, നിന്നെ ജനിപ്പിച്ച 10,000 പേരുണ്ടാകാൻ ഒക്കൂ? ഒരാളെ ഉണ്ടാകാൻ ഒക്കുള്ളൂ. ആ ഒരാള്, ഞാൻ ഒന്നുകൂടെ ചോദിക്കുകയാണ്, നമ്മെ ക്രിസ്തുവിൽ ജനിപ്പിച്ചത് ആരാ? നമ്മളെ ക്രിസ്തുവിൽ ജനിപ്പിച്ചത് ആരാ? പരിശുദ്ധ മാർത്തോമാ ശ്ലീഹായാണ്. അമ്മയെ മറന്നാൽ, കാരണം അമ്മയോട് ചോദിച്ചാലേ അപ്പനാരാന്ന് അറിയുള്ളൂ അല്ലേ? നിങ്ങൾ മിക്കവാറും എല്ലാവരും മുതിർന്നവരാ, അതുകൊണ്ട് ഞാൻ തുറന്നു പറയാ. അമ്മയല്ലേ ഇന്ന ആളെ അപ്പൻ നമ്മളോട് കുഞ്ഞുങ്ങളോട് പറയുന്നേരം, മോനെ പപ്പ വരുന്നടാ. അമ്മ പറയുന്നതാണ് ആദ്യ തെളിവ്. മലങ്കര സഭാഗാത്രമാകുന്ന മാതാവ് മലങ്കരയെ ക്രിസ്തുവിൽ ജനിപ്പിച്ചത് മാർത്തോമാ ശ്ലീഹായാണ് എന്ന് ആദ്യകാലം മുതൽ സാക്ഷിച്ചിരിക്കുന്നു. ആ സാക്ഷ്യത്തെ ലോകം മുഴുവൻ അംഗീകരിച്ചിരിക്കുന്നു.
ദ പിൽഗ്രിം ഓഫ് അഗേറിയ എന്ന വളരെ പ്രസിദ്ധമായ 4-ാം നൂറ്റാണ്ടിലെ ഒരു ഗ്രന്ഥമുണ്ട്. A Spanish pilgrim, a lady who had an extensive visit to the Mesopotamian regions and also to the Palestinian regions. അവരെ മോശ സഞ്ചരിച്ച വഴികളിലൂടെ സഞ്ചരിച്ച് യേശുക്രിസ്തുവിന്റെ പാതകളിലൂടെ കടന്നുപോയി മെസപ്പൊട്ടോമിയയിലും പലസ്തീനിലും സഞ്ചരിച്ച ഡയറി കുറിപ്പ് ലാറ്റിനിലും ഇപ്പോൾ ഇംഗ്ലീഷിലും ഒക്കെ അതിൻ്റെ തർജ്ജമയുണ്ട്. മലയാളത്തിലും അത് തർജ്ജമ ചെയ്തിട്ടുണ്ട്. നമ്മുടെ ന്യൂസ് ബുള്ളറ്റിനിൽ എത്ര പേര് കാണുന്നുണ്ടെന്ന് അറിഞ്ഞുകൂടാ. മലങ്കര ഓർത്തഡോക്സ് സഭയുടെ ഒരു ഓൺലൈൻ ന്യൂസ് ബുള്ളറ്റിൻ എല്ലാ ശനിയാഴ്ചയും നമ്മുടെ മാധ്യമ വിഭാഗം പ്രസിദ്ധീകരിക്കുന്നുണ്ട്. അതിൽ ഖണ്ഡശ അത് പ്രസിദ്ധീകരിച്ചിരുന്നു. നമ്മളാണ് അതിന് നേതൃത്വം നൽകുന്നത്. നമ്മുടെ കുഞ്ഞുങ്ങളാണ് അതിനു വേണ്ടി കാര്യങ്ങൾ ചെയ്യുന്നത്. അതിന് ലീഡർഷിപ്പ് കൊടുക്കുന്നത് മാധ്യമ വിഭാഗത്തിൻ്റെ ചുമതലക്കാരൻ എന്നുള്ള നിലയ്ക്ക് ഞാനാണ്. നമ്മുടെ ചുമ്മാശന്മാരെ, നമ്മുടെ ബെൻസൺ, നമ്മുടെ വൈദികരെ, ഇവരൊക്കെയാണ് അതിനു വേണ്ടിയുള്ള ആർട്ടിക്കിൾസ് ഒക്കെ കളക്ട് ചെയ്ത് അത് സജ്ജമാക്കുന്നത്. അത് ബ്രോഡ്കാസ്റ്റ് ആയിട്ട് നിങ്ങളുടെ ഒക്കെ ഫോണിൽ വരുന്നുണ്ട്. ഇല്ലെങ്കിൽ അതിൽ രജിസ്റ്റർ ചെയ്താൽ അത് കിട്ടും. അതൊന്ന് വായിക്കാൻ മനസ്സ് കാണിച്ചാൽ ഈ സഭയുടെ ചരിത്രം ഒരുപാട് കാര്യങ്ങൾ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാനൊക്കെ. What are the liturgical importance of the week that we are heading into? Who are the fathers we are remembering? What are the major things happening in the church in this period? ഇതെല്ലാം വിശദമായിട്ട് അതിൽ കിട്ടും. സാന്ദർഭികമായിട്ട് ഞാൻ സൂചിപ്പിച്ചു എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെയുള്ള ഗ്രന്ഥങ്ങൾ ഒക്കെ പറയുകയാണ്. എഡേസയിൽ അവർ ചെന്നപ്പോൾ at the city gate there is a memorial of Saint Thomas, and she says that the city has decided and inscribed it on the city gate that this city, the patron of this city is Saint Thomas, who died in India, and his relics were translated into the city of Edessa. അവിടെ നിന്ന് ആ തിരുശേഷിപ്പ് പിൽക്കാലത്ത് അതിൻ്റെ ഭാഗങ്ങൾ ഇറ്റലിയിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്, സിറിയയിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. അതിൻ്റെ ഒരു ഭാഗം മർദീനിലെ ദയറ പള്ളിയിൽ സെന്റ് മേരീസ് കത്തീഡ്രലിലുണ്ട്. അതിൻ്റെ ഒരു അംശം മലങ്കര സഭയ്ക്ക് പരിശുദ്ധ ഔഗേൻ ബാവ മുഖാന്തരം ലഭിച്ചത് ഇന്ന് ദേവലോകം സഭയുടെ ആസ്ഥാന ചാപ്പലിൽ നാം നിധി പോലെ സൂക്ഷിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞത്, ഭാരതത്തിൽ സുവിശേഷം അറിയിച്ചത്, ക്രിസ്തുവിൽ നമ്മെ ജനിപ്പിച്ചത് പരിശുദ്ധ മാർത്തോമാ ശ്ലീഹായാണ് എന്ന് അവിതർക്കിതമാണ്, സുവധിതമാണ്. വിശുദ്ധ പ്രേമം അതുപോലെയുള്ള സഭാപിതാക്കന്മാരും പരിശുദ്ധ മാർത്തോമാ ശ്ലീഹായുടെ ഭാരത ചരിത്രം വിശദമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. 2-ാം നൂറ്റാണ്ടിലെ ബർദൈസാൻ അദ്ദേഹത്തിന്റെ ചിന്ത പദ്ധതികൾ വേദവിപരീതമായി മാറി. എന്നാൽ അദ്ദേഹത്തിന്റെ ചരിത്ര ഗ്രന്ഥങ്ങൾ ഏറെ പ്രാധാന്യം അറിയിക്കുന്നതാണ്. അവരെല്ലാം മാർത്തോമാ ശ്ലീഹായുടെ നടപടിക്രമങ്ങളെ കുറിച്ച് എഴുതിയിട്ടുണ്ട്. ദ ആക്ട്സ് ഓഫ് സെന്റ് തോമസ് എന്നൊരു പ്രസിദ്ധമായ ഗ്രന്ഥമുണ്ട്. അദ്ദേഹത്തിന്റെ ജീവചരിത്രം നമുക്കറിയാവുന്നതാണ്. പക്ഷെ നമ്മുടെ അപ്പന്റെ ചരിത്രം ആവർത്തിച്ച് കേൾക്കേണ്ടത് ഒരാവശ്യമാണ്. നമുക്കറിയാവുന്നതാണ്.
അദ്ദേഹം യേശുക്രിസ്തുവിനെ തൊട്ടറിഞ്ഞ് വിശ്വസിച്ചവനാണ്. നമുക്കറിയാം, എല്ലാവരും ഭയപ്പെട്ട് കതകടച്ചകത്തിരുന്നപ്പോൾ ഭയമില്ലാതെ യെരൂശലേമിന്റെ തെരുവീഥികളിലൂടെ സഞ്ചരിച്ച് ക്രിസ്തുവിന്റെ പുനരുത്ഥാനം ഒരു യാഥാർത്ഥ്യമാണോ എന്ന് അന്വേഷിച്ചവനാണ് വിശുദ്ധ മാർത്തോമാ ശ്ലീഹ. ശ്ലീഹന്മാർ ഞങ്ങൾ ക്രിസ്തുവിനെ കണ്ടു എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം ഒരു ചോദ്യം തിരിച്ചു ചോദിച്ചു, നിങ്ങൾ യഥാർത്ഥത്തിൽ കണ്ടതാണോ അതോ നിങ്ങളുടെ തോന്നലായിരുന്നോ? ടു ബി വെരി ഫ്രാങ്ക്, ഞാൻ ശ്ലീഹന്മാരെ ഒന്നും കുറ്റപ്പെടുത്താനോ വിധിക്കാനോ ഒന്നും നമ്മൾ ആരുമല്ല. ബട്ട് ദേ വർ നോട്ട് ഏബിൾ ടു കൺവിൻസ് തോമസ് that they have really seen Jesus Christ. രണ്ട് ചോദ്യം ചോദിച്ചു, അതില് അടച്ചിരിക്കുകയായിരുന്നു, പിന്നെ എങ്ങനെയാ അകത്ത് കയറിയ? അത് ഞങ്ങൾക്കറിയില്ല. ഞങ്ങളോട് സമാധാനം എന്ന് പറഞ്ഞു, ഞങ്ങളെ കൈ കാണിച്ചു. അപ്പൊ ഇത് സത്യമായിരുന്നോ? They might have got confused. തോമസ് ശ്ലീഹ പറഞ്ഞു, I have to preach him, and if I am not convinced, how can I preach the reality of resurrection? So I wish to see him and touch him. ന്യായമായ ഒരു ആവശ്യമാണ് അല്ലേ? അത് ന്യായമായ ഒരു ആവശ്യമാണ്. ആ ആഗ്രഹത്തിന്റെ മുന്നിൽ യേശുക്രിസ്തു വീണ്ടും പ്രത്യക്ഷപ്പെട്ടു. തന്റെ കരങ്ങൾ അവനെ കാണിച്ചു കൊടുത്തു. തന്റെ വിലാവിൽ തൊടുവാൻ കൽപ്പിച്ചു. അപ്പോൾ ഉദ്ധിതനായ ക്രിസ്തുവിന്റെ മുൻപാകെ മുട്ടുകുത്തി വീണ് അദ്ദേഹം ഒരു പ്രഖ്യാപനമായി, ഒരു പ്രാർത്ഥനയായി ഇപ്രകാരം പറഞ്ഞു, എന്റെ കർത്താവും എന്റെ ദൈവവുമേ. It is the first time that Christ was worshipped, the risen Christ. Am I right? They were all knowing that he is Messiah. Fine. നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ മശിഹായാണ്. അത് ശിഷ്യന്മാർ എല്ലാം പറഞ്ഞു. അവരുടെ പ്രതിനിധിയായി പരിശുദ്ധ പത്രോസ് ശ്ലീഹ അത് പ്രഖ്യാപിച്ചു. ഞാൻ കൂട്ടത്തിലൊന്ന് പറഞ്ഞോട്ടെ, പത്രോസ് ശ്ലീഹായോട് നമുക്ക് ഏറെ ബഹുമാനമേ ഉള്ളൂ കേട്ടോ. നമുക്ക് എല്ലാ ശ്ലീഹന്മാരോടും ഏറെ ബഹുമാനമാണ് ഉള്ളത്. പത്രോസ് ശ്ലീഹ നമ്മുടെ പിതാവാണ്, ഒരു സംശയവും വേണ്ട, ഒരു സംശയവും വേണ്ട. അല്ലാതെ അവര് തമ്മിൽ വഴക്കൊന്നുമില്ല. ഞാൻ വീണ്ടും പറയാണ്, ഇതൊക്കെ ഈ ചില സ്വാർത്ഥ ലാഭങ്ങൾക്ക് വേണ്ടി, മനസ്സിലായോ, അബദ്ധങ്ങൾ പഠിപ്പിച്ച് എല്ലാ വിധത്തിലും ലാഭമുണ്ടാക്കാമെന്ന് കരുതിയ ചിലരുടെ ചില ജൽപ്പനങ്ങളാണ്. ആ ജൽപ്പനങ്ങളുടെ മൂർധന്യാവസ്ഥയിലാണ് 203/70 കൽപ്പന വന്നത്. എന്താണ് ഇനി കേരളത്തിലെ, ഇന്ത്യയിലെ പരിശുദ്ധ മാർത്തോമാ ശ്ലീഹായുടെ സഭയെ ഇല്ലാതെയാക്കാനുള്ള മാർഗം എന്ന് ഉള്ളൊരു പൈശാചിക ചിന്ത ഒരു പാത്രികീസിന്റെ തലയിൽ കയറി. എനിക്കത് തുറന്നു പറയുന്നതിന് മടിയൊന്നുമില്ല. കാരണം പാത്രികീസുമാരുടെ ചരിത്രം പറയുമ്പോൾ അബ്ദേദ് മശീഹ പാത്രികീസിനെ കുറിച്ച് അവരുടെ ഇപ്പോഴത്തെ കണ്ടുപിടുത്തം എന്താണെന്നറിയോ? He became insane because he was always toxic. അബ്ദേദ് മശീഹ പാത്രികീസ് വെള്ളമടിച്ച് കിറങ്ങി നടക്കുകയായിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹത്തെ മാറ്റിയിട്ട് അബ്ദുള്ള പാത്രികീസ് ആയത്. അപ്പൊ തങ്ങളുടെ പാത്രികീസുമാർക്ക് സ്ഥിരബുദ്ധി ഇല്ലാതെ കളുകുടിച്ച് നടക്കുന്നവരായിരുന്നു എന്ന്
പറയാനൊരു മടിയും ഇന്ത്യയിലെ പാത്രികീസുകാർക്ക് എന്ന് പറയുന്നവർക്കില്ല. അവര് പറയില്ല കേട്ടോ, ഒറിജിനൽ പാത്രികീസുകാരത് പറയില്ല. അവിടെ ഉണ്ടായ ചരിത്രം എന്താന്നുള്ളത് വളരെ വ്യക്തമായിട്ട് അറിയാം. 19-ാം നൂറ്റാണ്ടിന്റെ അവസാനം 20-ാം നൂറ്റാണ്ടിന്റെ ആരംഭത്തിലും അവിടെ സർവൈവലിന് വേണ്ടി ബുദ്ധിമുട്ടുന്ന ഒരു സഭയായിരുന്നു. ഒപ്പം തന്നെ എപ്പോഴും അധികാര വടംവലി, അത് ശേമ്യവർഗത്തിന്റെ ഒരു ശാപമാണ് എക്കാലത്ത്. വേദപുസ്തകം മുതൽ നോക്കിയാൽ അറിയാം, അധികാരക്കൊതി മിക്കവാറും എല്ലാവർക്കും ഉണ്ടെങ്കിലും ശേമ്യവർഗത്തിന് അത് ഇച്ചിരി കൂടുതലാണ്. അതിന്റെ ചില ബഹിസ്ഫുരണങ്ങളാണ്. ഒരാൾ പാത്രികീസായ ഉടനെ അടുത്ത ആൾ കത്തോലിക്ക പോയി. അബ്ദുള്ള ഗ്രിഗോറിയോസ് 10 കൊല്ലം അതിലെ നടന്നേച്ച് എങ്ങനെ അബ്ദേദ് മശീഹായെ തള്ളിത്താഴെയിടാമെന്ന് ചിന്തിച്ചുകൊണ്ടിരുന്നു. ഒരവസരം കിട്ടിയപ്പോൾ തള്ളിത്താഴെ ഇട്ടു, സ്വയം പാത്രികീസായിട്ട് പ്രഖ്യാപിച്ചു. അപ്പൊ എന്തിനാണ് താഴെ ഇട്ടത്? അതിന് കണ്ടുപിടിച്ച തിയറിയാണ് അബ്ദേദ് മശീഹായ്ക്ക് ബുദ്ധി നശിച്ചു. അപ്പൊ എന്റെ പോയിന്റ് അതല്ല, അവര് തന്നെ പറയാണ് ഞങ്ങളുടെ പാത്രികീസ്മാര് ഇങ്ങനെയൊക്കെ ആയിരുന്നു. മാർത്തോമാ ശ്ലീഹ മുതൽ ഇന്നയോളം മലങ്കര സഭയെ മേയിച്ചു ഭരിച്ച ഒരു പിതാക്കന്മാരുടെ ചരിത്രത്തിലും അങ്ങനെയൊന്നും കാണുകയില്ല, അങ്ങനെ ആരും പറയുകയില്ല. കാരണം നോമ്പും പ്രാർത്ഥനയും ഉപദേശവും ദാർശനിക ചിന്തയും ഇല്ലാതെ ഇങ്ങനെ ഒരു മൈനോറിറ്റി കമ്മ്യൂണിറ്റിക്ക് ഇന്നും നിലനിൽക്കുവാൻ സാധിക്കുകയില്ല. ധാർമ്മിക അടിത്തറ ഇല്ലായിരുന്നുവെങ്കിൽ എന്നേ ഈ സഭ ഭാരതത്തിൽ ഇല്ലാതാകുമായിരുന്നു. മറിച്ച് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഭാരതത്തിൽ ഉടനീളം, ഗുജറാത്ത് പോലെയൊക്കെയുള്ള സംസ്ഥാനങ്ങളിൽ നാട്ടിൽ ചോദിക്കും, തിരുമേനി അവിടെയൊക്കെ എങ്ങനെയുണ്ട്? എനിക്ക് എന്താ അല്ല അവിടെയൊക്കെ മതസ്വാതന്ത്ര്യം. ഞാൻ പറഞ്ഞു, നിങ്ങൾ പത്രത്തിൽ വായിക്കുന്നതെന്നല്ല ഗുജറാത്ത്. അവിടെ എല്ലാ മതങ്ങൾക്കും അവരവരുടെ ദൈവത്തെ വിളിച്ച് ശാന്തമായി നന്മയിൽ ജീവിക്കാനുള്ള അവസരങ്ങളുണ്ട്. പിന്നെ ഒത്തിരി അഹങ്കാരം കാണിച്ചാൽ പണി കിട്ടും, ഇല്ലയോ? എന്തുകൊണ്ട് ഈ സഭ നിലനിൽക്കുന്നു? ലോകമെമ്പാടും ഈ സഭ വളർന്നിരിക്കുന്നു. കാരണം ഇതിലൊരു സത്യമുണ്ട്. ഇതിനെ നയിച്ച പിതാക്കന്മാർ, മാർത്തോമാ ശ്ലീഹ മുതൽ ഇന്നയോളം നമ്മെ വഴി നടത്തിയ പിതാക്കന്മാർ തത്വത്തിന്റെ സത്യത്തിന്റെ പാതയിൽ സഞ്ചരിച്ചവരാണ്. ബസേലിയോസ് മാർത്തോമാ പൗലോസ് നിധിയൻ ബാവ ഇപ്പോൾ നമുക്ക് നേതൃത്വം നൽകുന്നു. ഞാൻ വല്ലതൊക്കെ വിളിച്ചു പറയുമ്പോൾ പറയും, തിരുമേനി ഇതൊന്നും പറയണ്ട, എന്നെ ആരും പറഞ്ഞുകൊള്ളട്ടെ, എന്നെ ആരും പറഞ്ഞുകൊള്ളട്ടെ, എനിക്കതിൽ വേദനയില്ല, നിങ്ങൾ ആരും എന്നെ രക്ഷിക്കാൻ വരണ്ട, ദൈവം എന്നെ കാണുന്നുണ്ട്. ഇപ്പോ വ്യാജ വാർത്തകൾ ഇറക്കിക്കൊണ്ടിരിക്കുക. മലങ്കര മെത്രാപ്പോലീത്താകെ രോഗത്തിലാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ് ചർച്ചകളാണ്. നിങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പിലൊക്കെ കിട്ടുന്നുണ്ടാവും. മലങ്കര മെത്രാപ്പോലീത്തയ്ക്ക് നമുക്ക് എല്ലാ അസുഖങ്ങളുണ്ട്, അല്ലേ? എനിക്കും അസുഖം, നമുക്കെല്ലാം എന്തെങ്കിലുമൊക്കെ അസുഖങ്ങളുണ്ട്. അങ്ങനെ തിരുമേനിക്കൊരു അസുഖമുണ്ട്, ആ അസുഖത്തിന് തിരുമേനി ട്രീറ്റ്മെന്റ് എടുക്കുന്നുണ്ട്. അതൊരു കൊല്ലമായിട്ട് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇപ്പോഴേക്ക് എന്തൊക്കെ വാർത്തകളാണ് ചമച്ചുവിടുന്നത്. അത് ഷെയർ ചെയ്യാനും ഉടനെ കുറെ ആളുകൾ, എത്ര പേരാ വിളിക്കുന്നതെന്ന് അറിയുന്നില്ല, തിരുമേനി ബാവാ, തിരുമേനിക്ക് എന്താ കുഴപ്പം? ഞാൻ ചോദിച്ചേട്ടാ, നിനക്കെന്താ കുഴപ്പം? നിനക്ക് വല്ല കുഴപ്പമുണ്ടോ? ബാവാ തിരുമേനിക്ക് വല്ല കുഴപ്പമുണ്ടെങ്കിൽ നീ അറിയേണ്ട സമയത്ത് അത് അറിയും. പോട്ടെ, ഞാൻ സാന്ദർഭികമായിട്ട് പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. നമ്മുടെ പിതാക്കന്മാരെ ഒന്ന് എടുക്കൂ. മാർത്തോമാ ശ്ലീഹായുടെ സിംഹാസനത്തിൽ ഈ സഭയെ മേയിച്ചു ഭരിച്ചിട്ടുള്ള പിതാക്കന്മാരുടെ
ഒരു നിരയൊന്ന് പുറകോട്ട് എണ്ണും. നമ്മുടെ കൂടെയുള്ള നമ്മെ വഴി നടത്തുന്ന പരിശുദ്ധ പൗലോസ് ദിദിയൻ ബാവ, അതിനു മുമ്പ് തപോ ശ്രേഷ്ഠനായിരുന്ന മലങ്കരയുടെ സൗമ്യ തേജസ്സായിരിക്കുന്ന തപോ തേജസ്സായിരുന്ന ദിദിമോസ് ബാവ, അതിനു മുൻപ് മാത്യൂസ് ദിദിയൻ ബാവ, മാത്യൂസ് പ്രഥമൻ ബാവ, ഔഗേൻ ബാവ, അവരൊക്കെ സഹിച്ച ത്യാഗങ്ങൾ, ഈ ഔഗേൻ ബാവയെയൊക്കെ എന്തുമാത്രം 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 ഉപദ്രവിക്കുകയും നിന്ദിക്കുകയും പീഡിപ്പിക്കുകയും ദേവാലയത്തിൽ നിന്ന് അടിച്ചിറക്കുകയും, ഞാൻ പൊയ്ക്കോളാം മക്കളെ എന്ന് പറഞ്ഞിട്ട് മുന്നോട്ട് നടക്കാൻ അനുവദിക്കാതെ പിറവം പള്ളിയുടെ നടയിലൂടെ പുറകോട്ട് അടിച്ചിറക്കി. അന്ന് അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്ന ഷമ്മാശൻ വയലത്തലയിലെ പ്രായമായ ഒരു വൈദികനാണ്. ഞാൻ പേര് മറന്നുപോയി. ഞാൻ ഈ ഇടയ്ക്ക് അദ്ദേഹത്തെ പോയി കണ്ടിരുന്നു. ഒരുപക്ഷെ ആ പ്രദേശത്തുള്ളവർക്ക് അറിയായിരിക്കും. ഒരു മാത്യൂസ് ഓലിക്കൽ മാത്യൂസ് കോറപ്സ്കോപ്പ് അച്ഛൻ. അച്ഛൻ പറയുകയാണ്, രാവിലെ കുർബാനയുണ്ട്, സന്ധ്യാനമസ്കാരവും ഒക്കെ കഴിഞ്ഞ് പിറവംപള്ളിയുടെ ഒരു സൈഡ് മുറിയിൽ ശാന്തമായിട്ട് വിശ്രമിക്കുകയാണ്. ഒരു തെറ്റും ആരോടും ചെയ്തിട്ടില്ല. രാത്രിയിൽ വന്ന് അടിച്ച് ഇറക്കി. എന്തിനാ? അദ്ദേഹം പറഞ്ഞു ഇത് മാർത്തോമാ ശ്ലീഹായുടെ സഭയാണെന്ന്. അതേ അദ്ദേഹം ചെയ്തിട്ടുള്ള ദോഷമുള്ളൂ. അദ്ദേഹം ചെമ്മാച്ചനായിരുന്നിട്ട് ഈ പറയുന്ന സുറിയാനി പാരമ്പര്യം മുഴുവൻ കണ്ടിട്ടുള്ള ആളാണ്. അവിടെ ചെന്ന് സുന്ദരമായി സുറിയാനി കാവ്യഭാഷയിൽ പഠിച്ച സുറിയാനിയിൽ ഹൂത്തോമോ രചിച്ച പിതാവാണ്. ആദ്യം സുറിയാനിയിൽ രചിച്ച് അദ്ദേഹം തന്നെ അത് മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്തു. ആ ഹൂത്തോമോയാണ് നാം ഞായറാഴ്ചകളിൽ ഇപ്പോൾ ചൊല്ലുന്നത്. ഇനി അതിനു മുൻപുള്ള പിതാക്കന്മാർ ഗീവർഗീസ് ദിദിയൻ ബാവ, വള്ളിക്കാട്ട് ബാവ. കഴിഞ്ഞ ദിവസം ഓർമ്മ പെരുന്നാളായിരുന്നു, 17-ാം തീയതി. നാളെ അദ്ദേഹത്തെയും ധൂപപ്രാർത്ഥനയിൽ ഓർക്കണം. അതിനു മുമ്പ് പൗലൂസ് പ്രഥമൻ ബാവ, പരിശുദ്ധ വട്ടശ്ശേരിൽ തിരുമേനി, പരിശുദ്ധ പുലിക്കോട്ടിൽ രണ്ടാമൻ തിരുമേനി, ചേപ്പാട്ട് തിരുമേനി, പുന്നത്ര തിരുമേനി, പുലിക്കോട്ടിൽ ഒന്നാമൻ തിരുമേനി. ഒന്നാം മാർത്തോമാ മുതൽ എങ്കിലും നമുക്ക് ചരിത്രം ലഭ്യമാകുന്നു. ഇവരിൽ ആരെയാണ് നമുക്ക് മാറ്റി നിർത്തുവാൻ ഒക്കുന്നത്? അതേസമയം പറയാണ്, ഞങ്ങളുടെ ഒരു പാത്രികീസിനെ കള്ളു കുടിച്ചിട്ട് ബോധമില്ലാണ്ടായപ്പോൾ ഞങ്ങൾ അടുത്ത ആളിനെ വാഴിച്ച. ഇതാണോ പാത്രികീസുമാരുടെ ചരിത്രം? ഇവരാണോ വിശ്വാസം സംരക്ഷിക്കുന്നത്? അറ്റ്ലീസ്റ്റ് അങ്ങനെ ഒരു ബലഹീനത എന്റെ പിതാവിനുണ്ടെങ്കിൽ അത് പറയാതിരിക്കാനുള്ളൊരു പക്വതയെങ്കിലും ഉണ്ടാകണ്ടേ? ഇപ്പോഴെന്തോ കാണിക്കുന്നേ? എന്താ ഇവരുടെ സംസ്കാരം? കേരളത്തിന്റെ വഴിയോരങ്ങളിൽ കിടന്ന് എന്തും വിളിച്ചു പറയുവാനുള്ള ധാർഷ്ട്യമല്ലേ കാണിക്കുന്നത്? അതാണോ അന്ത്യോക്യയിൽ നിന്ന് ജനിച്ച പാരമ്പര്യം? ലജ്ജയില്ലേ അമ്മയും ഞങ്ങൾ മറന്നാലോ എന്ന് പറയാൻ? നിങ്ങൾ ആരെങ്കിലും മനസ്സിലെങ്കിലും ചിന്തിക്കൂ. എനിക്ക് എൻ്റെ ഹാർട്ട് ബീറ്റ്സ് കൂടുന്നത് പറയുമ്പോഴേ. മരിച്ചു വീണാലും മനപ്രയാസമൊന്നുമില്ല കേട്ടോ. അത്ര മാത്രം മനസ്സിൽ നമുക്ക് സങ്കടം തോന്നുകയാണ്. ദേഷ്യമല്ല കേട്ടോ, തെറ്റിദ്ധരിക്കണ്ട. നമ്മുടെ സഹോദരങ്ങൾ ഇത്രയും അധപ്പതിച്ചൊരു അനുഭവത്തിലേക്ക് വന്നിരിക്കുന്നു. എന്നിട്ട് പറയാണ്,
കോടതി വിധിക്കപ്പുറത്ത് നിയമസഭയിലൂടെ ഒരു നിയമനിർമ്മാണം നടത്തും. പള്ളിക്കൂടത്തിൽ പോയിട്ടില്ലാത്തവന്റെ സഹോദരങ്ങളാണ് വിവരം പണയം വെച്ചിരിക്കുക. വിവരം പണയം വെച്ചിരിക്കുക. പറ്റിയത് അബദ്ധമാണെങ്കിൽ അബദ്ധമാണെന്ന് തുറന്നു പറഞ്ഞ് മലങ്കര മെത്രാപ്പോലീത്തായുടെ അടുക്കലേക്ക് കടന്നു വന്നാൽ എല്ലാവരെയും സ്വീകരിക്കും. ഒരു മടിയുമില്ല. അത് സംഭവിക്കാൻ പോവുകയാണ് എന്ന് ചിന്തിച്ച് പ്രാർത്ഥിച്ച് ഇരിക്കുക. അപ്പൊ എന്താ ലക്ഷ്യം? അതല്ല ലക്ഷ്യം, അതല്ല ഭവനവേദന ലക്ഷ്യം. എന്തൊരു ധൈര്യം എന്നറിയോ ചിലർക്ക്. ഒരാള് പറഞ്ഞു, നിങ്ങള് തന്നെ കയറാൻ പറഞ്ഞ കയറരുത്, അച്ഛനില്ലാതെ പ്രാർത്ഥിക്കാനൊക്കില്ല, അതുകൊണ്ട് നമുക്ക് അച്ഛന്മാരും കൂടി കയറണം. അദ്ദേഹം മറ്റൊരിടത്ത് പറഞ്ഞു, ഞങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ പറ്റിയില്ലെങ്കിൽ പള്ളിയൊക്കെ ഞങ്ങൾ പൊളിച്ചു കളയും. അപ്പോഴേ വിചാരിച്ചൂടെ തമാശ പറഞ്ഞായിരിക്കുമെന്ന്. ഒരു പള്ളി JCB കൊണ്ട് കോരി മാന്തി. നിങ്ങളുടെ നാട്ടിലാ, നിങ്ങൾ പലരും ആ നാട്ടുകാരാ. വള്ളിക്കോട് കോട്ടയം. ഇതെന്താ കാണിക്കുന്നേ? ഇത്രയും ധൈര്യശാലി ഒരു പള്ളിക്കകത്ത്, ഒരു മുറിക്കകത്ത് കയറിയിട്ട് ആ മുറി പുറത്തുനിന്ന് കുറ്റിയിടാൻ പറഞ്ഞു. എന്നിട്ട് അകത്ത് കയറിയിട്ട് മറ്റൊരു മുറിയിൽ ഇരുന്നിട്ട് അത് അകത്തുനിന്ന് കുറ്റിയിട്ടു. ധൈര്യശാലികൾക്കുള്ളത് മുന്നിൽ നിന്ന് പറയണം, ഞാനൊരു ഫെയ്ത്തിന് വേണ്ടി നിൽക്കുകയാണ്, എന്നെ അറസ്റ്റ് ചെയ്യണമെങ്കിൽ ചെയ്യൂ, വെടിവെക്കണമെങ്കിൽ വെക്കൂ. മുറിക്കകത്ത് കയറിയിരുന്ന് എലി മാളത്തിൽ ഒളിക്കുന്ന മാതിരി ഒളിച്ചിരിക്കുകയല്ല വേണ്ടത്. അതല്ല മാർത്തോമൻ പൈതൃകം. അത് തത്വചിന്തയില്ലാത്ത, ധൈര്യമില്ലാത്തവന്റെ ഏതാണ്ട് പ്രഹേളികകളാണ്. മാർത്തോമൻ പൈതൃകം എന്ന് പറയുന്നത് കൂനംകുരിശ് സത്യത്തിലും ആർത്താറ്റുപടിയോലയിലും ഒക്കെ കാണിച്ചിട്ടുള്ള ധൈര്യമാണ്. ഞങ്ങൾ വിശ്വസിക്കുന്നതിന് വേണ്ടി ഞങ്ങൾ നിലനിൽക്കും. പിന്നെ എന്തൊക്കെയാ കാണിക്കുന്നേ? പള്ളികളുടെ മുന്നിൽ വന്നു നിന്നു. എന്നിട്ട് ഓർത്തഡോക്സുകാർ ഞങ്ങളെ ഇറക്കി വിട്ടു. ഞാൻ ചോദിക്കുകയാണ്, ഏത് ഓർത്തഡോക്സുകാരെ ഇറക്കി വിടുന്നേ? മാന്യമായി ആരാധന നടക്കുന്ന സ്ഥലങ്ങളിലേക്ക് ആരാധന നടക്കുന്നതിൻ്റെ ഇടയ്ക്ക് മനുഷ്യൻ കേട്ടാൽ അറയ്ക്കുന്ന ചീത്തത്തരങ്ങൾ മുദ്രാവാക്യങ്ങളായി വിളിച്ചിട്ട് ദേശത്തിന്റെ ക്രമസമാധാനം കെടുത്തുക, പാവപ്പെട്ട പോലീസുകാർക്ക് പണി കൊടുക്കുക. ഉണന്തുരുത്തി പള്ളിയുടെ മുമ്പിലൊക്കെ 13-ാം തീയതി നടന്നത് നിങ്ങൾ കണ്ടു കാണും. പള്ളിയിൽ ആരാധന നടക്കുകയാണ്. ഉണന്തുരുത്തി പള്ളിയിൽ നിന്ന് ഓർത്തഡോക്സ് സഭ ആരെയും ഇറക്കി വിട്ടിട്ടില്ല. ഓർത്തഡോക്സ് സഭയുടെ ആരുടെയും പേരിൽ കേസില്ല. അവിടുത്തെ ലോ ആൻഡ് ഓർഡർ തെറ്റിക്കാൻ വന്നവരുടെ പേരിലാണ് പോലീസ് കേസ് എടുത്തത്. ഞാൻ ഈ മാർത്തോമാ പൈതൃകത്തിന്റെ ഈ രാത്രിയിലെ സന്ധ്യയിൽ കുറച്ച് കാര്യങ്ങൾ പറയുന്നത് പറയാതിരിക്കാൻ നിർവാഹമില്ലാത്തത് കൊണ്ടാണ്. എന്നിട്ട് അവസാനം എന്താ ചെയ്തേ? ഒരു പോലീസുകാരന്റെ മുന്നിൽ നിന്നിട്ടാണ് നിന്നാൾ സ്തുതിയോട് രാജമകൾ. എന്തിനാ ഈ സഭയെ അപമാനിക്കുന്നത്? എന്തിനാ ക്രൈസ്തവികതയെ അപമാനിക്കുന്നത്? മലങ്കര മെത്രാപ്പോലീത്ത നേതൃത്വം നൽകുന്ന സഭയുടെ ഭാഗമാണ് എന്ന് പറഞ്ഞാൽ അകത്ത് കയറി ഭംഗിയായിട്ട് ആരാധിക്കാം. അല്ല, ഞങ്ങൾ സിറിയെന്ന് വന്നവരാണ്, ഞങ്ങളുടെ അമ്മ അവിടെ അന്ത്യോക്യയിലാണ്, അപ്പൻ അതിന്റെ അപ്പുറത്താണെന്നൊക്കെ പറഞ്ഞാൽ
നീതിന്യായ വ്യവസ്ഥയുള്ള ജനാധിപത്യം നിലനിൽക്കുന്ന ഭാരതത്തിൽ ഈ പരിപാടി നടക്കുകയില്ല. ഒരു സംശയവും വേണ്ട, നടക്കുകയില്ല. ഞാൻ ആ ഭാഗങ്ങള് കൂടുതൽ പറയുന്നില്ല. ഇത് സത്യമുള്ള സഭയാണ്, പീഡനങ്ങൾ സഹിച്ച സഭയാണ്. മലങ്കര വർഗീസ് മുതൽ എത്ര പേരെയാണ് ഈ മുളന്തുരുത്തി പള്ളിയിൽ 1921 പൈനോടത്ത് അച്ഛനെ, ഒരു വല്യച്ഛനെ, ആ വല്യച്ഛന്റെ കൊച്ചുമകന്റെ മകനാണ് ബഹുമാനപ്പെട്ട ജോസി ജേക്കബ് അച്ഛൻ. ആ വല്യച്ഛൻ പരിമല തിരുമേനിയുടെ ശിഷ്യനായിരുന്നു. വല്യച്ഛൻ ചെയ്ത തെറ്റ് സഭയിൽ, മലങ്കര സഭയിൽ നിൽക്കുവാൻ ഉള്ള ഉറച്ച തീരുമാനമെടുത്തു എന്നുള്ള അദ്ദേഹത്തെയും മറ്റൊരു സഹോദരനെയും മുളന്തുരുത്തി കവരയിലിട്ട് വെട്ടി മൃതപ്രായരാക്കി. അങ്ങനെ എത്രയെത്ര സംഭവങ്ങൾ മലങ്കര വർഗീസ് ചേട്ടൻ ഉൾപ്പെടെയുള്ള. എന്നോട് പലരും പറയാറുണ്ട്, തിരുമേനി സൂക്ഷിക്കണം. ഞാൻ പറയടാ, ജീവിതം ഒന്നേ ഉള്ളൂ. എന്നെ ആരെങ്കിലും തല്ലിക്കൊന്നാൽ എനിക്ക് നല്ല ഉറപ്പുണ്ട് നിങ്ങളുടെ ഹൃദയത്തിനകത്ത് ഞാനുണ്ടാവും. നല്ല ഉറപ്പുണ്ട്. വീട്ടിൽ ചിത്രം വെക്കുകയോ വെക്കാതിരിക്കുകയോ ചെയ്യാം, നിങ്ങളുടെ ഹൃദയത്തിനകത്ത് ഞാനുണ്ടാകും. നമ്മൾ ആരെയാ പേടിക്കേണ്ടത്? പൈശാചികതയുടെ മുന്നിൽ തോൽക്കുവാൻ മലങ്കര സഭയെ കിട്ടുകയില്ല. കഴിഞ്ഞ ദിവസം പറഞ്ഞു, നിങ്ങൾ നിയമനിർമ്മാണം നടത്തുന്നുവെങ്കിൽ അവിടെ പോവുക ആദ്യം. എന്തിനാ ഈ വഴി കിടന്ന് ഇത് കാണിക്കുന്നേ? മുഖ്യമന്ത്രി നിങ്ങൾക്ക് വല്ലതും തരാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ അടുത്ത് പോയി മേടിച്ചോണ്ട് പോവാ. പോട്ടെ, നിങ്ങൾക്ക് 10,000 ഗുരുക്കന്മാർ ഉണ്ടാകാം. ക്രിസ്തുവിൽ നിങ്ങളെ ജനിപ്പിച്ചത് ഞാനത്രേ. ക്രിസ്തുവിൽ ജനിപ്പിച്ച പരിശുദ്ധ മാർത്തോമാ ശ്ലീഹ നമ്മെ ക്രിസ്തുവിൽ ജനിപ്പിച്ചത് തന്റെ അവസാനത്തുള്ളി രക്തം വരെ മലങ്കരയിൽ ഒഴുക്കി എന്റെ കർത്താവും എന്റെ ദൈവവുമേ എന്ന് പ്രഖ്യാപിച്ചു. മരണം വരെയും അവനോട് കൂടെ യാത്ര ചെയ്യുവാൻ നാം കടപ്പെട്ടിരിക്കുന്നുവെന്ന് ബഥാനിയയിലേക്കുള്ള യാത്രയിൽ സഹശിഷ്യന്മാരെ ഉറപ്പിച്ചു. വഴി ഏതാണ് എന്ന് ചോദിച്ചറിഞ്ഞു. വഴി ഏതാണെന്നുള്ള അദ്ദേഹത്തിന്റെ ചോദ്യത്തിന്റെ മുൻപിലാണ് ഞാൻ തന്നെയാണ് വഴിയും സത്യവും ജീവനും എന്ന് കർത്താവ് പഠിപ്പിക്കുന്നത്. വഴിയും സത്യവും ജീവനുമായ ക്രിസ്തുവിലേക്ക്, ആ ക്രിസ്തുവിൽ നമ്മെ ജനിപ്പിച്ച നമ്മുടെ പിതാവിനെ നമുക്ക് സ്മരിക്കാം. ആദം മുതൽ ഇന്നയോളമുള്ള എല്ലാ പൂർവികരെയും സ്മരിക്കുന്ന സുദിനമാണ് ഇന്ന് എന്ന് ഓർപ്പിച്ചുവല്ലോ. വംശാവലി ചരിത്രം, അതിനെക്കുറിച്ച് ദൈവം അനുവദിച്ചാൽ നാളെ കുർബാന മധ്യേ ഏതാനും വാക്കുകൾ പറഞ്ഞുകൊള്ളാം. നാം ക്രിസ്തുവിന്റെ ജനനം ആഘോഷിക്കുമ്പോൾ നമ്മുടെ ഉത്തരവാദിത്വമാണ് ക്രിസ്തുവിൽ നമ്മെ ജനിപ്പിച്ച നമ്മുടെ പിതാവിനെ സ്മരിക്കുക, അദ്ദേഹത്തിന്റെ പെരുന്നാൾ ആഘോഷിക്കുക എന്നുള്ളത്. അച്ഛൻ തുടങ്ങിയെടുത്ത് ഞാൻ നിർത്തട്ടെ. എന്തിനാണ് യാത്ര ചെയ്ത് ഇവിടെ വന്നത്? അത് എൻ്റെ കടമയാണ്, എൻ്റെ അവകാശമാണ്. പ്രത്യേകിച്ച് മാർത്തോമാ ശ്ലീഹയുടെ പെരുന്നാൾ ആഘോഷിക്കുമ്പോൾ ഈ ദേവാലയത്തിലുണ്ടായി എൻ്റെ മക്കളോടൊപ്പം ഈ ദിവസം ചെലവഴിക്കുക എന്നുള്ളത് എനിക്ക് കിട്ടുന്ന വലിയ ഭാഗ്യമാണ്. ആ ഭാഗ്യത്തിനെ നിങ്ങളോട് എനിക്ക് നന്ദിയൊന്നും പറയേണ്ട ആവശ്യമില്ല. ഈ വീട്ടുകാർ തമ്മിൽ പരസ്പരം നന്ദി പറയണ്ട. നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ കൃപ നമ്മോടുകൂടി വർദ്ധിച്ചിരിക്കട്ടെ. നാളത്തെ ആരാധനാ കാര്യങ്ങളും അതിന്റെ പ്രോട്ടോക്കോളും ഒക്കെ ബഹുമാനപ്പെട്ട അച്ഛൻ നിങ്ങളെ ഓർമ്മിപ്പിക്കും. കൃത്യമായി വന്ന് ആരാധനയിൽ സംബന്ധിക്കുവാൻ പറ്റാത്തവർ അനേകരുണ്ടെന്ന് ഓർക്കണം. നമ്മുടെ കുഞ്ഞുങ്ങൾ
പ്രായമായവർ. അതുകൊണ്ട് അവരെ എല്ലാം ഓർത്ത് പ്രാർത്ഥിക്കുവാനുള്ള ഉത്തരവാദിത്വമുണ്ട് എന്ന് ഓർപ്പിച്ചുകൊണ്ട് ബലഹീന വാക്കുകളിൽ നിന്ന് വിരമിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.